മുത്തങ്ങ കേസിൽ വിധി പ്രസ്താവം കേട്ടത് മരവിച്ച മനസ്സുമായാണെന്ന കൊല്ലപ്പെട്ട പോലീസുകാരൻ വിനോദിന്റെ സഹോദരൻ കെ.വി. ബാബു 23 വർഷമായി നീതിക്ക് വേണ്ടി കാത്തിരുന്നു. കേസിന്റെ നടത്തിപ്പിൽ കുടുംബം തൃപ്തരല്ലെന്നും റിട്ടയർഡ് ഡിവൈഎസ്പി കൂടിയായ കെ.വി. ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. 23 വർഷം മുമ്പാണ് മുത്തങ്ങ സമരത്തിനിടെ കൊയ്യം സ്വദേശിയായ പോലീസുകാരൻ കെ.വി. വിനോദ് കൊല്ലപ്പെട്ടത്. ഈ കേസിന്റെ വിധി വന്നപ്പോൾ കുടുംബം നിരാശയിലാണ്. മരവിച്ച മനസ്സുമായാണ് വിധി പ്രസ്താവന കേട്ടതെന്ന് വിനോദിന്റെ സഹോദരൻ കെ.വി. ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി വിധി അല്പനേരം മുൻപാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത്. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നതിൽ തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും സമൂഹത്തിൻ്റെയൊക്കെ ഒരു പ്രതിബദ്ധതയെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നീതിക്ക് വേണ്ടി 23 വർഷം കാത്തിരുന്നു. പക്ഷേ നിരാശയാണ് ഫലം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചയാളാണ് താൻ. ഞങ്ങൾക്ക് ലഭിച്ച പരിഗണന ഇതാണെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങളുടെ ചിന്ത എന്തായിരിക്കും എന്ന ചോദ്യവും റിട്ടയർഡ് ഡിവൈഎസ്പിയായ കെ.വി. ബാബു ഉയർത്തി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർവീസിൽ ഡ്യൂട്ടിയിലിരിക്കെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട കുടുംബ പെൻഷൻ സാങ്കേതിക കാര്യം പറഞ്ഞ് നിഷേധിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. ആശ്രിത നിയമനം നൽകിയില്ല. താനും സഹോദരിയും സർക്കാർ ജീവനക്കാരായതിനാൽ ആനുകൂല്യം നൽകാനാവില്ലെന്നാണ് പറഞ്ഞത്. കേസ് നടത്തിപ്പിൽ തൃപ്തിയില്ലെന്നും നീതി കിട്ടേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും കെ.വി. ബാബു പറഞ്ഞു. ഒരു മോബിനെ നേരിടുമ്പോൾ വേണ്ട തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അത് പൊതുജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങൾ ഇതൊരു ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നോ എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ അപ്പീലിന് പോകുമെന്നും കെ.വി. ബാബു അറിയിച്ചു. 23 വർഷമായി നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് അമ്മ. ആ അമ്മയോട് എന്താണ് തങ്ങൾ പറയേണ്ടതെന്നും കെ.വി. ബാബു സങ്കടത്തോടെ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.